നാട്ടരങ്ങിൽ ഇന്ന് നമ്മൾ 2 സെഗ്മെൻ്റായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഇവൻറ്റിൻ്റെ അനൗൺസ്മെൻ്റ് ആണ്. നമുക്കറിയാം കൊച്ചിൻ കാർണിവൽ നമ്മുടെ കൊച്ചിക്കാരുടെ ഏറ്റവും വലിയൊരു പ്രസ്റ്റീജിയസ് ഇവൻ്റാണ്. എല്ലാ വർഷവും ന്യൂ ഇയർ ആവുന്നതോടനുബന്ധിച്ച് ഒരു ഡിസംബർ എൻഡൊക്കെ ആകുമ്പോൾ കൊച്ചിക്കാരെല്ലാവരും കൂടെ നടത്തുന്ന ഒരു വലിയൊരു ഫെസ്റ്റിവലാണ്. നമ്മൾ സിനിമയിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഛോട്ടാ മുംബൈ സിനിമയിൽ ആ ഒരു കാർണിവലിൻ്റെ ഭംഗി മുഴുവൻ എടുത്ത് കാണിക്കുന്നുണ്ട്. സാന്റാ ക്ലോസിനെ കത്തിക്കുക, അതുപോലെ തന്നെ രാത്രി ഡാൻസും പാട്ടും സ്റ്റോളുകളും ഫുഡ് ഫെസ്റ്റിവലും കൾച്ചറൽ ആക്ടിവിറ്റീസ്. ഇപ്പോൾ വലിയൊരു ആഘോഷമാണ് കൊച്ചിക്കാരുടെ ഒരു പ്രസ്റ്റീജിയസ് ഇവൻ്റ് എന്ന് പോലെ തന്നെ പറയാം. അത് ഇവിടെ നമുക്ക് മലയാളികൾക്ക് വേണ്ടി നടത്തുകയാണ് നമ്മുടെ തന്നെ സ്വന്തം കനേഡിയൻ കൊച്ചിൻ ക്ലബ്. അപ്പോൾ ആ ഒരു കൊച്ചിക്കാരുടെ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ നമുക്ക് വേണ്ടി ആ ഒരു ഇവൻറ്റ് വീണ്ടും നടത്തുകയാണ്. പക്ഷേ നമുക്കറിയാം ഡിസംബറിലും ജനുവരിയിലൊന്നും അതിവിടെ നടത്താൻ പറ്റില്ല ഔട്ട്ഡോർ, കാരണം നമുക്കിവിടെ സ്നോ സീസണാണ്. അതുകൊണ്ട് ഓണത്തോടനുബന്ധിച്ചാണ് ഈ ഒരു കാർണിവൽ ഫെയർ ഇവിടെ നടത്താൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കൊച്ചിയിൽ നിന്ന് കൊച്ചിയുടെ സ്വന്തം DJ സാവിയോ ആണ് ഇവിടെ അത് പ്ലേ ചെയ്യാൻ വരുന്നത്. അതോടൊപ്പം ധാരാളം കൾച്ചറൽ ആക്ടിവിറ്റീസും ഫുഡ് സ്റ്റോളുകളും ഒത്തിരി പരിപാടികളായിട്ടുള്ളൊരു അടിപൊളി രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു അടിപൊളി കാർണിവൽ ഇവൻ്റാണ് ഓണത്തിനോടനുബന്ധിച്ച് ജൂലൈ 27 വുഡ് ബ്രിഡ്ജ് ഫെയർ ഗ്രൗണ്ട്സിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ്സ് ഒക്കെ ലഭ്യമാണ്. കാരണം ടിക്കറ്റ്സിൻ്റെ ആവശ്യമില്ല, നമുക്കത് ഫ്രീ എൻട്രി ആണ്, ആർക്ക് വേണമെങ്കിലും പോകാം. പക്ഷേ ഒത്തിരി ആക്ടിവിറ്റീസൊക്കെ കാണാനൊക്കെ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയല്ലേ. അപ്പോൾ മലയാളികൾ ഓണത്തിനോടൊപ്പം കാർണിവലും ആഘോഷിക്കൂ, കൊച്ചിൻ കാർണിവൽ. എന്തായാലും അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. കൊച്ചിയിൽ എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ അതിഗംഭീരമായിട്ട് കൊച്ചിൻ കാർണിവൽ നടത്താറുണ്ട്. നമ്മൾ കൊച്ചിയിൽ നിന്ന് വന്ന കുറേ മലയാളികൾ കാനഡയിലുണ്ട്. അവർക്ക് ആ കൊച്ചിൻ കാർണിവൽ മിസ്സായിരിക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഡിസംബറിൽ എന്തായാലും ഇവിടുത്തെ വെതർ കണ്ടീഷൻ കാരണം നമുക്ക് കൊച്ചിൻ കാർണിവൽ ഡിസംബറിൽ നടത്താൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നല്ലൊരു സീസൺ കണ്ടുപിടിച്ച് ഈ ജൂലൈ മാസം കൊച്ചിൻ കാർണിവലിൻ്റെ അതേ രീതിയിലുള്ള ഒരു കാർണിവൽ നമ്മുടെ മലയാളികൾക്ക് വേണ്ടി ഇവിടെ ഒരു ഗ്രൗണ്ടിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിലെ പോലെ അത്രയും കൺവീനിയൻസ് ഇല്ലെങ്കിലും എല്ലാം നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുകയാണ്. അതുപോലെ ശിങ്കാരിമേളം കോമ്പറ്റീഷൻ, ഡാൻസ് കോമ്പറ്റീഷൻ, അതുപോലെ തന്നെ ബൈക്ക് റേസ്, ഫുഡ് ഫെസ്റ്റിവൽ എല്ലാം നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. കനേഡിയൻ കൊച്ചി ക്ലബ്ബ് തുടങ്ങിയ സമയത്ത് മുതൽ നമ്മളൊരു കൊച്ചിൻ കാർണിവൽ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. കൊച്ചിൻ കാർണിവൽ നോർമലി നടക്കുന്നത് ഡിസംബർ 31 പക്ഷേ ഇവിടുത്തെ ഒരു കാലാവസ്ഥ കാരണം നമുക്കത് കാർണിവൽ നടത്താൻ പറ്റിയില്ല. പക്ഷേ അതിന് പകരമാണ് നമ്മൾ യൂഫോറിയ എന്ന് പറഞ്ഞൊരു വലിയൊരു ഫാമിലി ഇവൻറ്റ് നടത്തിയത്. അത് നമ്മൾ സീസൺ 1, സീസൺ 2, സീസൺ 3 കഴിഞ്ഞു. സീസൺ 4 നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ കുറച്ചുകൂടെ വ്യത്യസ്തമായി ഈ സമ്മറിൽ നമ്മളൊരു കൊച്ചിൻ കാർണിവൽ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ നടത്തുന്ന സെയിം കൊച്ചിൻ കാർണിവൽ ഈ പ്രാവശ്യം ഈ സമ്മറിൽ ഇവിടെ നടത്താൻ നമ്മൾ പ്ലാൻ ചെയ്തു. അത് നമ്മൾ ജൂലൈ 27 നമ്മൾ ഹോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഇൻ്റർനാഷണൽ ആർട്ടിസ്റ്റ് DJ സാവിയോ ഫോർട്ട് കൊച്ചിക്കാരനാണ്, പുള്ളി വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒപ്പം തന്നെ നമ്മൾ വേറെ ഒരു 3-4 DJs അതിൻ്റെ കൂടെ പെർഫോം ചെയ്യാനുള്ള ഒരു പരിപാടികളും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്ലസ് അതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതൊരു ഫ്രീ എൻട്രിയാണ്. കനേഡിയൻ കൊച്ചിൻ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ പരിപാടി എല്ലാവർക്കും, എല്ലാ ഫാമിലീസിനും, യങ്സ്റ്റേഴ്സിനും, കുട്ടികൾക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രീ എൻട്രി പ്രോഗ്രാമാണ് നടത്തപ്പെടുന്നത്. ഞാൻ കൊച്ചിയിൽ കാർണിവലിൻ്റെ സമയത്ത് ഞങ്ങൾ ബീച്ച് റൈസ് ഉണ്ടായിരുന്നു. അതാണ് അവിടുത്തെ സ്പെഷ്യൽ. ഞാനൊരു 4-5 വർഷം ഞാൻ അവിടെ ഓടിച്ചതാണത്. പിന്നെ ഒരു ഫെസ്റ്റിവൽ പോലെയാണ് കൊച്ചിൻ കാർണിവൽ നടത്തുന്നത്. അതുപോലെ തന്നെ നമ്മൾ കാനഡയിൽ നമ്മളൊരു കൊച്ചിൻ കാർണിവൽ കൊണ്ടുവരികയാണ്. അതായത് കാനഡയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നത്. നമ്മൾ കൊച്ചിയിൽ കാർണിവൽ പോയി കണ്ട ആൾക്കാർക്ക് ഏകദേശം ഇവിടെ വരുമ്പോഴത്തേക്കും ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. വരുന്ന 27-ാം തീയതി വുഡ് ബ്രിഡ്ജ് ഗ്രൗണ്ടിൽ വെച്ചാണ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വരിക. ഞാൻ എൻ്റെ സ്പോൺസറാകാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും വരിക. കൊച്ചുകാർ മാത്രമല്ല, ഇത് എല്ലാ മലയാളികളും വന്ന് ആസ്വദിക്കുക. കൊച്ചിൻ ക്ലബ്ബ് 2018 സ്ഥാപിതമായത്. നമ്മൾക്ക് ഇതുവരെ ഒരു 500 മെമ്പേഴ്സോളം ഉണ്ട് ഇപ്പോൾ. പിന്നെ എല്ലാ വർഷങ്ങളിലും നമുക്ക് ഇമിഗ്രൻസ് ഒരുപാട് വരുന്നുണ്ടല്ലോ നമ്മൾ കാനഡയിലേക്ക്. അപ്പോൾ കൊച്ചിയിൽ നിന്ന് വരുന്നവരെല്ലാവരും നമ്മളുടെ ക്ലബ്ബിൽ വന്ന് ജോയിൻ ചെയ്യുന്നുമുണ്ട്, അന്വേഷിക്കുന്നുമുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ഒരുപാട് പരിപാടികൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ വർഷം കൊച്ചിൻ കാർണിവൽ. ഇനി വരും വർഷങ്ങളിലും നമ്മൾക്കിത് വളരെ വിജയകരമായിട്ട് നടത്തിക്കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. ഓണം ഓഗസ്റ്റിൽ വരുന്നതനുബന്ധിച്ച് അതിൻ്റേതായ രീതിയിലുള്ള ഷോപ്പിംഗ് നടത്തുവാനും
അതിൻ്റേതായ സ്റ്റോൾസും ഫുഡ് കോർട്ടും ഫുഡിൻ്റെ ടെൻസും അതുപോലെ ഹാൻഡിക്രാഫ്റ്റ്സും ക്ലോത്തിങ്ങും അങ്ങനെ എല്ലാം കൂടിയുള്ള ഒരു ഓണച്ചന്ത പോലെയും കൂടിയാണ് ഇത് നടത്തുന്നത്. അപ്പോൾ എല്ലാവരും വരിക, സഹകരിക്കുക, ഫ്രീ എൻട്രിയാണ്. കൊച്ചിൻ കാർണിവൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൊച്ചിക്കാരുടെ ഒരു വൈബാണ്. നാട്ടിലെ കൊച്ചിൻ കാർണിവൽ നമുക്കറിയാം, അത് വേറൊരു ലെവലിൽ പരിപാടിയാണ്. അപ്പം കനേഡിയൻ കൊച്ചിൻ ക്ലബ്ബ് അതേപോലെ തന്നെ ഇവിടെ കൊച്ചിൻ കാർണിവൽ റീക്രിയേറ്റ് ചെയ്യാണ്. അതായത് ബൈക്ക് റേസിംഗ് ഉണ്ട്, പിന്നെ ചിങ്കാരിമേളം ഉണ്ട്, ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ട്. സോ അതേ ഒരു വൈബ് കാനഡയിൽ ക്രിയേറ്റ് ചെയ്യാണ്. സോ അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ സന്തോഷം, അഭിമാനമുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു സ്പോൺസർ ആകാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം ജൂലൈ 27 എല്ലാവരും എത്തുക. ആ ഒരു കൊച്ചിൻ കാർണിവൽ ഇവിടെ കാനഡയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു അവസരമാണ്. അപ്പോൾ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ആ ഒരു കൊച്ചിൻ കാർണിവലിലേക്ക് ക്ഷണിക്കുന്നു. ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ന്യൂ ഇയറിനോടനുബന്ധിച്ച് നടത്തുന്ന അതേ ഒരു സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് നമ്മൾ നടത്തുന്നത്. അതിനകത്ത് പിള്ളേർക്കാണെന്നുണ്ടെങ്കിലും ഫാമിലീസിനാണെങ്കിലും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഭക്ഷണമാണെങ്കിലും കൊച്ചി സ്റ്റൈലാണെങ്കിലും നമ്മുടെ കേരളത്തിലെ ഓരോ ജില്ലയിലെ ഓരോ രീതിയിലുള്ള ഭക്ഷണ രീതിയും എല്ലാ ഫുഡ് സ്റ്റാളും അവൈലബിൾ ആണ്. പിന്നെ ഓണത്തിനോടനുബന്ധിച്ച് ഓണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കവിടെ ടേക്ക് ചെയ്യാനുള്ള ഡ്രസ്സിൻ്റെ ആണെങ്കിലും മറ്റുള്ള എല്ലാ സംഭവങ്ങളും അവിടെ അവൈലബിൾ ആണ്. ഒരു കാർണിവൽ മൂഡ് ഇപ്പോൾ കേരളത്തിൽ മൊത്തം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് കൊച്ചിൻ കാർണിവൽ. അവിടെ കാലത്ത് 11 മണിക്ക് രാത്രി 11 മണി നമ്മൾ എല്ലാവരും ഉണ്ടാവും. എല്ലാവരും വരിക, സഹകരിക്കുക. നമ്മളൊരു ഫാമിലി സെറ്റായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മളുടെ വലിയൊരു ഇതാണ്, ഒരു മോർ ദാൻ നമ്മൾ 3000 പീപ്പിൾ നമ്മൾ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മളുടെ അവിടുത്തെ പല ആർട്ടിസ്റ്റുകളും ഇവിടുത്തെ ലോക്കലായിട്ടുള്ളതും ഇൻ്റർനാഷണൽ ആർട്ടിസ്റ്റുകളും നമ്മളവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമുക്കവിടെ ആ ത്രൂ ഔട്ടായിട്ട് പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം എല്ലാം ചാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ, ഒരു ലൈനപ്പായി വരുന്നുള്ളൂ. അതുകൊണ്ട് കൂടുതൽ നമുക്ക് അതിനെപ്പറ്റി ഒരു അപ്ഡേറ്റ് പറയാൻ ഈ സമയത്ത് കിട്ടാത്തതുകൊണ്ടാണ്.